1 രാജാക്കന്മാർ അധ്യായം 21. അതിൻ്റെ ശേഷം സംഭവിച്ചത്, ഇസ്രായേല്യനായ നാബോത്തിന് ഇസ്രായേലിൽ ശമര്യ രാജാവായ ആഹാബിൻ്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരേണം. അത് എൻ്റെ അരമനയ്ക്ക് സമീപമല്ലോ. അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം. അല്ല, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിൻ്റെ വില നിനക്ക് പണമായിട്ട് തരാം എന്ന് പറഞ്ഞു. നാബോത്ത് ആഹാബിനോട്, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. ഇസ്രായേല്യനായ നാബോത്ത്, എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ വാക്ക് നിമിത്തം ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തൻ്റെ അരമനയിലേക്ക് ചെന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടിലിന്മേൽ മുഖം തിരിച്ചു കിടന്നു. അപ്പോൾ അവൻ്റെ ഭാര്യ ഇസബേൽ അവൻ്റെ അടുക്കൽ വന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നതെന്ത് എന്നവനോട് ചോദിച്ചു. അവൻ അവളോട്, ഞാൻ ഇസ്രായേല്യനായ നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരേണം. അല്ല, നിനക്ക് സമ്മതമെങ്കിൽ അതിന് പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞതുകൊണ്ടത്രേ എന്ന് പറഞ്ഞു. അവൻ്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്ക, നിന്റെ മനസ്സ് തെളിയട്ടെ. ഇസ്രായേല്യനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആഹാബിൻ്റെ പേർ വെച്ച് എഴുത്തെഴുതി അവൻ്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ടു. എഴുത്ത് നാബോത്തിൻ്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. എഴുത്തിൽ അവൾ എഴുതിയിരുന്നതെന്തെന്നാൽ, നിങ്ങൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിനെ ജനത്തിൻ്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്തിരുത്തുവീൻ. നീചന്മാരായ 2 ആളുകളെ അവനെതിരെ നിർത്തി അവൻ ദൈവത്തെയും രാജാവിനെയും ദൂഷിച്ചു എന്ന് അവന് വിരോധമായി സാക്ഷ്യം പറയിപ്പീൻ. പിന്നെ നിങ്ങൾ അവനെ പുറത്തു കൊണ്ടുചെന്ന് കല്ലെറിഞ്ഞു കൊല്ലേണം. അവൻ്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാരും പ്രധാനികളുമായ പൗരന്മാർ ഇസബേൽ പറഞ്ഞയച്ചതുപോലെയും അവൾ കൊടുത്തയച്ച എഴുത്തിൽ എഴുതിയിരുന്നതുപോലെയും ചെയ്തു. അവർ ഉപവാസം പ്രസിദ്ധം ചെയ്തു. നാബോത്തിനെ ജനത്തിൻ്റെ ഇടയിൽ പ്രധാന സ്ഥലത്തിരുത്തി. നീചന്മാരായ 2 ആളുകൾ വന്ന് അവൻ്റെ നേരെ ഇരുന്നു. നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് ആ നീചന്മാർ ജനത്തിൻ്റെ മുൻപിൽ അവന് വിരോധമായി, നാബോത്തിന് വിരോധമായി തന്നെ സാക്ഷ്യം പറഞ്ഞു. അവർ അവനെ പട്ടണത്തിനു പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. നാബോത്ത് കല്ലേറുകൊണ്ട് മരിച്ചു എന്ന് അവർ ഇസബേലിന് വർത്തമാനം പറഞ്ഞയച്ചു. നാബോത്ത് കല്ലേറുകൊണ്ട് മരിച്ചു എന്ന് ഇസബേൽ കേട്ടപ്പോൾ അവൾ ആഹാബിനോട്, നീ എഴുന്നേറ്റ് നിനക്ക് വിലയ്ക്ക് തരുവാൻ മനസ്സില്ലാത്ത ഇസ്രായേല്യനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിക്കൊള്ളുക. നാബോത്ത് ജീവനോടെയില്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞു. നാബോത്ത് മരിച്ചു എന്ന് കേട്ടപ്പോൾ ആഹാബ് എഴുന്നേറ്റു ഇസ്രായേല്യനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയി. എന്നാൽ യഹോവയുടെ അരുളപ്പാട് തിശ്ബ്യനായ ഏലിയാവിനുണ്ടായതെന്തെന്നാൽ, നീ എഴുന്നേറ്റ് ശമര്യയിലെ ഇസ്രായേൽ രാജാവായ ആഹാബിനെ എതിരേൽപ്പാൻ ചെല്ലുക. ഇതാ അവൻ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയിരിക്കുന്നു. നീ അവനോട്, നീ കുല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് യഹോവ ചോദിക്കുന്നു. നായ്ക്കൾ നാബോത്തിൻ്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയും എന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് നീ അവനോട് പറക. ആഹാബ് ഏലിയാവോട്, എൻ്റെ ശത്രുവേ, നീ എന്നെ കണ്ടെത്തിയോ എന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞതെന്തെന്നാൽ, അതെ, ഞാൻ കണ്ടെത്തി. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ നീ നിന്നെ വിറ്റുകളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മേൽ അനർത്ഥം വരുത്തും. നിന്നെ അശേഷം നിർമൂലമാക്കി ഇസ്രായേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയൊക്കെയും ഞാൻ നിഗ്രഹിച്ചു കളയും.
നീ എന്നെ കോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിന്റെ ഗ്രഹത്തെ നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ ഗ്രഹത്തെപ്പോലെയും അഹിയാവിന്റെ മകനായ ബയശയുടെ ഗ്രഹത്തെപ്പോലെയും ആക്കും. ഇസബേലിനെക്കുറിച്ച് യഹോവ അരുളി ചെയ്തത്, നായ്ക്കൾ ഇസബേലിനെ ഇസ്രായേലിന്റെ മതിലരികെ വെച്ച് തിന്നു കളയും. ആഹാബിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരുമുണ്ടായിട്ടില്ല. അവന്റെ ഭാര്യ ഇസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ അമോര്യർ ചെയ്തതുപോലെയൊക്കെയും അവൻ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ചു, മഹാമ്ലേച്ഛത പ്രവർത്തിച്ചു. ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തന്റെ ദേഹം പറ്റെ രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ചു. രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് തിശ്ബ്യനായ ഏലിയാവിനുണ്ടായി. ആഹാബ് എൻ്റെ മുൻപാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുവോ? അവൻ എൻ്റെ മുൻപാകെ തന്നെത്താൻ താഴ്ത്തിയതുകൊണ്ട് ഞാൻ അവൻ്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവൻ്റെ മകൻ്റെ കാലത്ത് അവൻ്റെ ഗ്രഹത്തിന് അനർത്ഥം വരുത്തും എന്ന് കൽപ്പിച്ചു. ഒന്ന് രാജാക്കന്മാർ അധ്യായം 22. അരാമും ഇസ്രായേലും 3 സംവത്സരം തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തു. 3-ാം ആണ്ടിലോ യഹൂദ രാജാവായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു. ഇസ്രായേൽ രാജാവ് തൻ്റെ ഭൃത്യന്മാരോട്, ഗിലെയാദിലെ രാമോത്ത് നമുക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നാം അതിനെ അരാം രാജാവിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കാതെ അടങ്ങിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ യഹോശാഫാത്തിനോട്, നീ എന്നോടുകൂടെ ഗിലെയാദിലെ രാമോത്തിൽ യുദ്ധത്തിന് പോരുമോ എന്ന് ചോദിച്ചു. അതിന് യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട്, ഞാനും നീയും എൻ്റെ ജനവും നിന്റെ ജനവും എൻ്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട്, ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏകദേശം 400 പ്രവാചകന്മാരെ കൂട്ടിവരുത്തി അവരോട്, ഞാൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്ത് വേണ്ടു എന്ന് ചോദിച്ചു. അതിന് അവർ, പുറപ്പെടുക, കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത്, നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായിട്ട് ഇവിടെ ഇനി ആരുമില്ലയോ എന്ന് ചോദിച്ചു. അതിന് ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, നാം യഹോവയോട് അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി യിമ്ലയുടെ മകനായ മീഖായാവ് എന്നൊരുത്തനുണ്ട്. എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ പ്രവചിക്കുന്നതുകൊണ്ട് എനിക്ക് അവനോടിഷ്ടമില്ല എന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ പറയരുതേ എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ഡനെ വിളിച്ചു. യിമ്ലയുടെ മകനായ മീഖായാവെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശാഫാത്തും രാജവസ്ത്രം ധരിച്ചു. ശമരിയുടെ പടിവാതിൽ പ്രവേശനത്തിങ്കൽ ഒരു വിശാല സ്ഥലത്ത് സിംഹാസനത്തിലിരുന്നു. പ്രവാചകന്മാരൊക്കെയും അവരുടെ സന്നിധിയിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. കെനയനിയുടെ മകനായ സിദക്കിയാവ് തനിക്ക് ഇരുമ്പുകൊണ്ട് കൊമ്പുണ്ടാക്കി, ഇവ കൊണ്ട് നീ അരാമ്യരെ അവർ ഒടുങ്ങും വരെ കുത്തിക്കളയും എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു. ഗിലെയാദിലെ രാമോത്തിലേക്ക് പുറപ്പെടുക, നീ കൃതാർത്ഥനാകും, യഹോവ അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. മീഖായാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട്, നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു. നിന്റെ വാക്കും അവരിൽ ഒരുത്തൻ്റേതുപോലെ ഇരിക്കണം, നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു. അതിന് മീഖായാവ്, യഹോവയാണ്
യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു. അവൻ രാജാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, മീഖായാവേ, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിന് അവൻ, പുറപ്പെടുവീൻ, നിങ്ങൾ കൃതാർത്ഥരാകും, യഹോവ അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. രാജാവ് അവനോട്, നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയണം എന്ന് ചോദിച്ചു. അതിന് അവൻ, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഹോവ, ഇവർക്ക് നാഥനില്ല, അവർ ഓരോരുത്തൻ താന്താൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കുകയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക. യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവൻ്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം അവനെ ആർ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. എന്നാറെ ഒരാത്മാവ് മുൻപോട്ട് വന്നു യഹോവയുടെ സന്നിധിയിൽ നിന്നു, ഞാൻ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞു. ഏതിനാൽ എന്ന് യഹോവ ചോദിച്ചതിന് അവൻ, ഞാൻ പുറപ്പെട്ട് അവൻ്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിൻ്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്നവൻ കൽപ്പിച്ചു. ആകയാൽ ഇതാ, യഹോവ ഭോഷ്കിൻ്റെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കെനയനയുടെ മകനായ സിദക്കിയാവ് അടുത്ത് ചെന്ന് മീഖായാവിൻ്റെ ചെകിട്ടത്ത് അടിച്ചു. നിന്നോട് അരുളി ചെയ്യുവാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിയായി കടന്നു വന്നു എന്ന് ചോദിച്ചു. അതിന് മീഖായാവ്, നീ ഒളിപ്പാനായിട്ട് അറ തേടി നടക്കുന്ന ദിവസത്തിൽ നീ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത്, മീഖായാവെ പിടിച്ച് നഗരാധിപതിയായ ആമോൻ്റെയും രാജകുമാരനായ യോവാശിൻ്റെയും അടുക്കൽ കൊണ്ടുചെന്ന് ഇവനെ കാരാഗ്രഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ വരുവോളം ഞെരുക്കത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് അവരോട് പറക. അതിന് മീഖായാവ്, നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ എന്നെക്കൊണ്ട് അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ എന്നും അവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശാഫാത്തും ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഞാൻ വേഷം മാറി പടയിൽ കടക്കും, നീയോ രാജവസ്ത്രം ധരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി പടയിൽ കടന്നു. എന്നാൽ അരാം രാജാവ് തൻ്റെ 32 രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുതെന്ന് കൽപ്പിച്ചിരുന്നു. ആകയാൽ രഥനായകന്മാർ യഹോശാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞു അവനോട് പൊരുതുവാൻ തിരിഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് നിലവിളിച്ചു, അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവനെ വിട്ടുമാറിപ്പോന്നു. എന്നാൽ ഒരുത്തൻ എതിർച്ചയാ വില്ല് കുലച്ച് ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് എയ്തു. അവൻ തൻ്റെ സാരഥിയോട്, നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോക, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് പട കഠിനമായി തീർന്നതുകൊണ്ട് രാജാവ് അരാമ്യർക്ക് എതിരെ രഥത്തിൽ നിവർന്നു നിന്നു. സന്ധ്യാസമയത്ത് അവൻ മരിച്ചുപോയി. മുറിവിൽ നിന്ന് രക്തം രഥത്തിനകത്ത് ഒഴുകിയിരുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഓരോരുത്തൻ താന്താൻ്റെ പട്ടണത്തിലേക്കും താന്താൻ്റെ ദേശത്തേക്കും പോകട്ടെ എന്ന് പാളയത്തിൽ ഒരു പരസ്യം പുറപ്പെട്ടു. അങ്ങനെ രാജാവ് മരിച്ചു. അവനെ ശമര്യയിലേക്ക് കൊണ്ടുവന്നു.
അവർ രാജാവിനെ ശമര്യയിൽ അടക്കം ചെയ്തു. രഥം ശമര്യയിലെ കുളത്തിൽ കഴുകിയപ്പോൾ യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കൾ അവൻ്റെ രക്തം നക്കി. വേശ്യാസ്ത്രീകളും അവിടെ കുളിച്ചു. ആഹാബിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും, അവൻ ആനക്കൊമ്പുകൊണ്ട് പണിത അരമനയുടെയും അവൻ പണിത എല്ലാ പട്ടണങ്ങളുടെയും വിവരവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആഹാബ് തൻ്റെ പിതാക്കന്മാരെപ്പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ മകനായ അഹസ്യാവ് അവന് പകരം രാജാവായി. ആസയുടെ മകനായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ 4-ാം ആണ്ടിൽ യഹൂദയിൽ രാജാവായി. യഹോശാഫാത്ത് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 35 വയസ്സായിരുന്നു. അവൻ 25 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അസൂബ എന്നു പേർ. അവൾ ഷിൽഹിയുടെ മകളായിരുന്നു. അവൻ തൻ്റെ അപ്പനായ ആസയുടെ എല്ലാ വഴിയിലും നടന്നു. അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. പൂജാഗിരികൾക്ക് മാത്രം നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു പോന്നു. യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് സഖ്യത ചെയ്തു. യഹോശാഫാത്തിന് മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്ത യുദ്ധവും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. തൻ്റെ അപ്പനായ ആസയുടെ കാലത്ത് ശേഷിച്ചിരുന്ന പുരുഷമൈഥുനക്കാരെ അവൻ ദേശത്തുനിന്ന് നീക്കിക്കളഞ്ഞു. ആ കാലത്ത് ഏദോമിൽ രാജാവില്ലായ്ക കൊണ്ട് ഒരു ദേശാധിപതി രാജസ്ഥാനം വഹിച്ചു. ഓഫീരിൽ പൊന്നിനു പോകേണ്ടതിന് യഹോശാഫാത്ത് തർഷീഷ് കപ്പലുകളെ ഉണ്ടാക്കി. എന്നാൽ കപ്പലുകൾ എസ്യോൻ ഗേബറിൽ വെച്ച് ഉടഞ്ഞു പോയതുകൊണ്ട് അവയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല. അന്നേരം ആഹാബിൻ്റെ മകനായ അഹസ്യാവ് യഹോശാഫാത്തിനോട്, എൻ്റെ ദാസന്മാർ നിന്റെ ദാസന്മാരോടുകൂടെ കപ്പലുകളിൽ പോരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്തിന് മനസ്സില്ലായിരുന്നു. യഹോശാഫാത്ത് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരോടുകൂടെ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി. ആഹാബിൻ്റെ മകനായ അഹസ്യാവ് യഹൂദ രാജാവായ യഹോശാഫാത്തിൻ്റെ 17-ാം ആണ്ടിൽ ശമര്യയിൽ ഇസ്രായേലിന് രാജാവായി. ഇസ്രായേലിൽ 2 സംവത്സരം വാണു. അവൻ തൻ്റെ അപ്പൻ്റെ വഴിയിലും അമ്മയുടെ വഴിയിലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ വഴിയിലും നടന്നു യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ ബാലിനെ സേവിച്ചു നമസ്കരിച്ചു. തൻ്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു.